ഇന്നിപ്പോൾ ഞാനിവിടെ കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു ഗോബി ഹന്തി മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഏകദേശം ഒരു മോഡൽ പോലെ തോന്നും. എന്നാലും കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുണ്ട്. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർ ഒരുപാട് വെറൈറ്റി ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗോബി ഹന്തി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കിലോ കോളിഫ്ലവർ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒരു വലിയൊരു പാത്രത്തിൽ ഞാനൊരു 1/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാൽ ആദ്യം നമ്മൾ ഓൾറെഡി ഒന്ന് കഴുകി വെച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഒരു സ്ട്രെയിനറിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് ഇത് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതെല്ലാം സ്ട്രെയിനറിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി വലിയൊരു പാൻ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. ഇനി ഈ ഓയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ടാൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മീഡിയം വലിപ്പമുള്ള സവോളയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് നൈസായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 10 വെള്ളുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-10 ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ബദാം ഒന്ന് കുതിർത്തി എടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുതിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു പഴുത്ത തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാല, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പച്ചമുളക് ഈ 3 ഒഴിവാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിൻ്റെ എണ്ണം ഒന്ന് കുറയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതിയിട്ട്. അതിപ്പോൾ അത്യാവശ്യം സ്പൈസി ഉണ്ട്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഗരം മസാല 1/2 ടീസ്പൂൺ തന്നെ ഇട്ടാൽ മതിയിട്ട്, കൂടാൻ നിൽക്കണ്ട. കാരണം നമുക്ക് കസൂരി മെത്തിയുടെ ഫ്ലേവറാണ് ഒന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഗരം മസാല കൂടിക്കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൊടികളുടെ പച്ചമുളകൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതിന് ശേഷം വേണം മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുളകും മസാലയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കൂടുതൽ ആദ്യം തന്നെ ഒഴിക്കേണ്ട. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. എൻ്റെ മിക്സിയുടെ ജാറിൽ ഇപ്പോൾ ഇത് മുഴുവനായിട്ട് കൊള്ളില്ല. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ട് അരച്ചിട്ടെടുക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കിയിട്ടുള്ള സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലൊന്നും അങ്ങോട്ട് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു കസൂരി മേത്തിയും കൂടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കുക. അരപ്പ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. മസാല അരച്ചത് ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തിക്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് കുത്തി ഇളക്കിയിട്ട് കോളിഫ്ലവർ ഒന്നും ഉടഞ്ഞു പോകരുത്. അപ്പോൾ പിന്നെ അതിൻ്റെ കാണാനുള്ള ഒരു ഭംഗി പോവുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലോണം സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ അപ്പുറം തീരെ എരിവില്ലാത്ത വേറെയും കറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി സ്പൈസി ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മക്കൾക്കൊന്നും പറ്റിയെന്ന് വരില്ല ഇത്രയും സ്പൈസി ആകുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഹന്തി മസാലയിൽ നന്നായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുതിട്ടാ, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല. അതാകുമ്പോൾ പിന്നെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവാനും വലിയ വഴിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബദാമാണ്. ഒരു 1/2 കപ്പ് ബദാം എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായി പൊടിച്ചെടുത്തു. അതിന് ശേഷം ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പം അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബദാം എടുത്തതാണ്. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ കറിക്ക് ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടുക. ഫ്രഷ് ക്രീം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു പണിയില്ല. ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെ പേസ്റ്റ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് തിള വന്നോട്ടെ. അതിന് ശേഷം നമുക്കിതിൽ ഉപ്പും പഞ്ചസാരയും അതുപോലെ തന്നെ കസൂരി മേത്തിയുടെ അളവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നോക്കിയതിന് ശേഷം ഇതിലിപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറവാണ്. അപ്പോൾ 1 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹന്ദി മസാല ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ മസാല ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു 1/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ഓയിലേക്ക് ഒരു കുഞ്ഞ് സവോള എടുത്തിട്ട് നന്നായിട്ട് നൈസായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയില അരിഞ്ഞതും അതേപോലെ തന്നെ കസൂരി മേത്തി, ഒരു ഇത്തിരി കസൂരി മേത്തി ഇട്ടാൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കോരി എടുക്കണം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന് കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുമല്ല ഫ്ലേവറിലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹന്ദി മസാലയിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. ബാക്കി കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കുക ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ മസാലയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അപ്പം തന്നെ അടച്ച് വെക്കുക. എന്നിട്ടത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ഈ മസാലയൊക്കെ. അപ്പോഴേ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോബി ഹന്ദി മസാലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എരിവിൻ്റെ ആ ഒരു ഇതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.